വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ ഇൻഡെക്സുകളിൽ മികച്ച റിക്കവറി വരികയും ഇന്ത്യയുടെ GST കളക്ഷൻ ഇയർ ഓൺ ഇയറിൽ ഉയരുകയും ചെയ്തത് ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തേക്കാമെങ്കിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ സെല്ലിങ്ങും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഓട്ടോമൊബൈൽ സെയിൽസ് ഡേറ്റയുമൊക്കെ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഉയർത്തിയേക്കാവുന്ന ഘടകങ്ങളാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഹെവി സെല്ലിംഗ് നേരിടുകയും ഇൻഡെക്സ് 1.86% ഇടിഞ്ഞ് 22,124 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. MSI ഇൻഡെക്സ് റീജിക്കിൻ്റെ ഭാഗമായി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 11,639 കോടി രൂപയുടെ ഷെയറുകളാണ് ഓഫ്ലോഡ് ചെയ്തത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 12,308 കോടി രൂപയുടെ ഷെയറുകൾ വാങ്ങുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഇൻ്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻ്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 6% വർദ്ധിച്ച് 250 കോടിയിൽ നിന്നും 265 കോടിയിലേക്ക് എത്തി. എബിറ്റ 18% വർദ്ധിച്ച് 128 കോടിയിൽ നിന്നും 152 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 51% നിന്നും 57% ഉയരുകയും ചെയ്തു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 78 കോടിയിൽ നിന്നും 45% വർദ്ധിച്ച് 114 കോടിയിലേക്ക് എത്തി. മറ്റൊരു സ്റ്റോക്ക് IIFL ഫിനാൻസ് ആണ്. IIFL ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15,000 കോടി രൂപയുടെ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചറാണ് 150 ഡിബഞ്ചർ വഴിയാണ് 150 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് എന്ന സ്റ്റോക്കാണ്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് എന്ന കമ്പനി ബാംഗ്ലൂരിൽ അതിൻ്റെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ 15,500 കോടി രൂപയുടെ ബുക്കിംഗ് വാല്യൂ ലഭിച്ചിട്ടുണ്ട്. ദാൽമിയ ഭാരത് എന്ന കമ്പനി അതിൻ്റെ സിമൻറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ക്ലിങ്കർ കപ്പാസിറ്റിയും എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് എന്ന കമ്പനി 364 കോടി രൂപയുടെ നോൺ പെർഫോമിംഗ് അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യാനും ഇതൊരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് നീക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിച്ചു. റെയിൽടെൽ കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കട്ടക് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നും കമ്പനിക്ക് 26 കോടി രൂപയുടെ ഓർഡറും മധ്യപ്രദേശ് സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 37 കോടി രൂപയുടെ ഓർഡറും ലഭിച്ചു. NCC എന്ന കമ്പനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് ഡിവിഷനിൽ നിന്നും 218 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അരബിന്ദോ ഫാർമ എന്ന കമ്പനി ടെറിജീൻ ബയോടെക് എന്ന കമ്പനിയുടെ 80% ഇക്വിറ്റി ഷെയറുകൾ അക്വയർ ചെയ്തു. കൂടാതെ വിഷ്ണുപ്രകാശ് ആർ പുംഗുലിയ എന്ന കമ്പനിക്ക് SBEL എന്നീ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിക്ക് അജ്മീർ ചന്ദേരിയ ഡബിളിംഗ് പ്രോജക്റ്റ് ഏകദേശം 269 കോടി രൂപയുടെ ഡബിളിംഗ് പ്രോജക്റ്റ് എന്ന 269 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ജുബിലൻ്റ് എൻഗ്രേവിയാണ്. 2030 ജുബിലൻ്റ് എൻഗ്രേവിയുടെ റവന്യൂ 12,000 കോടിയിലേക്ക് കടക്കുമെന്നും 2030 കമ്പനിയുടെ എബിറ്റയിൽ 17 മുതൽ 20% വർധനവുണ്ടാകുമെന്നും കമ്പനി ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ അവതരിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജുബിലൻ്റ് എൻഗ്രേവിയ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ പേയ്മെൻറ്റ് സൊല്യൂഷൻ്റെ ഡൈവസ്റ്റുമായി ബന്ധപ്പെട്ട് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. SBI ലൈഫ് ഇൻഷുറൻസ് എന്ന കമ്പനി ₹2.70 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻട്രിം ഡിവിഡൻഡ് പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്